ഈ സുധച്ചേച്ചി ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ടും അറിയില്ല. ഈ സുധച്ചേച്ചി ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ടും അറിയില്ല. ഞാനിങ്ങനെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചാണ് ഇവർ ഈ പറയുന്ന മണ്ടത്തരത്തെക്കുറിച്ച്. അതായത് ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1947 മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളുകൾക്ക് മാത്രമേ രാജ്യസ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ചേച്ചി അടക്കം ഒരാളും രാജ്യസ്നേഹം പറയാൻ പാടില്ല. കാരണം എന്താണ്, നിങ്ങളാരും അതിൽ പങ്കെടുത്തവരല്ല. പിന്നെ നിങ്ങളുടെ മുത്തച്ഛൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ടൈം നിങ്ങളെ ആസനത്തിൽ കാണണം നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ പല ആളുകളുടെയും മക്കൾ രാജ്യദ്രോഹത്തിനോട് അറസ്റ്റായിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ ഉന്നം വെച്ചാൽ പറയുന്നത് വെച്ചാൽ അവരുടെ മുൻതലമുറയിൽപ്പെട്ട ആളുകളാണ് വീർ സവർക്കറൊക്കെ, അറിയില്ലേ? വീർ സവർക്കറൊന്നും കപ്പലണ്ടി കുറിച്ചതിനും അല്ലെങ്കിൽ ലൈംഗിക ബലഹീനത നോക്കാൻ വേണ്ടി പെൺകുട്ടികളെ നഗ്നമായി അപ്പുറപ്പുറം കടത്തി കടന്നുറങ്ങിയതിനും ജയിലിൽ പോയതല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതാണ്. അതിവിടെ മാത്രമല്ല, അവരുടെ നാട്ടിൽ പോയിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണറെ കൊല്ലാൻ നോക്കിയ കേസിലാണ് പുള്ളിക്കാരൻ ആൻഡമാൻ നിക്കോബാറിൽ ജയിലിൽ കിടന്ന് കുറേ കാലം കയ്യിലും കഴുത്തിലും ചങ്ങലയ്ക്കൊക്കെ ഇട്ടിട്ട്. മനസ്സിലായ? അല്ലാണ്ട് വെള്ളക്കാരൻ്റെ ഭാര്യയെ എന്താ പറയുക സൂചിപ്പിച്ച് കൊണ്ടുനടന്നതിനും അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കൊടുത്തതിനൊന്നും അല്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. നിങ്ങൾ ആരോടെ ഈ വിഡിത്തൊക്കെ വിളിച്ചു വരണത്? ഇവിടുത്തെ ഈ പുതിയ തലമുറയോടോ? അവരൊന്നും നിങ്ങളുടെ പോലെ വിവരം കെട്ടവരല്ല, മനസ്സിലായ? അത്യാവശ്യം വിവരമുള്ളവരാ, അവർ വായിക്കുന്നവരാ. നിങ്ങൾ പറഞ്ഞ കപ്പലണ്ടി കുറച്ചതിനല്ല അവരൊന്നും ജയിലിൽ കിടന്നത്. നെഹ്റു ജയിലിൽ കിടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നല്ല രീതിയിൽ. അതായത് ഒരു ജയിൽ പുള്ളിയുടെ ഒരു സ്വീകാര്യത എല്ലാ പുള്ളിക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, VIP ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. സവർക്കറൊന്നും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പോരാടിയവരാരും VIP പരിഗണനയിൽ ജയിലിൽ കിടന്നവരല്ല. മനസ്സിലായ? എവിടുന്ന് വരുന്നു നിങ്ങളൊക്കെ? നിങ്ങളുടെ ഈ വായ്ത്താളൊക്കെ നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി പറയട്ടാ, വിവരമല്ല പിള്ളേരോട് പറയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ ദേശീയതയെക്കുറിച്ച് ചിന്തിക്കുന്നത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുകൊണ്ടല്ല, നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവണം എന്ന് വിചാരിച്ചിട്ട്. 65 കൊല്ലം കോൺഗ്രസ് ഭരിച്ച പല സംസ്ഥാനങ്ങളും കറണ്ട് പോലും ഇല്ല. അവരൊന്നും ഇന്ത്യക്കാരായിട്ട് കാണാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർക്കൊക്കെ വെളിച്ചം കിട്ടുമായിരുന്നല്ലോ, ഇരുട്ട് മൂടിയ പ്രദേശമാക്കി മാറ്റില്ലായിരുന്നല്ലോ, റെയിൽവേ പാളത്തിൽ തൂറാമ്പിടില്ലായിരുന്നല്ലോ ഇവരൊന്നും, അല്ലേ? പച്ചയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നപ്പോഴാണ് ഇവിടെ ഇവരും ഇന്ത്യക്കാരാണ്, ഇവർക്കും സൗകര്യം വേണം, നമ്മൾ മാത്രം സൂചിച്ചാൽ പോരാ, അവർക്ക് വെളിച്ചം കാണണം, അവരെ കുട്ടികൾ പഠിക്കണം, അവർക്ക് മാന്യമായിട്ട് ബാത്റൂമിലും മറ്റിട്ടും പോകണം എന്നൊക്കെ ചിന്തിച്ച് നരേന്ദ്രമോദിയാണ്. നിങ്ങളീ മൂത്താപ്പാൻ്റെ കുണ്ടിക്ക് താമ്പുള്ളവരൊന്നും അതൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഇന്ത്യ വളരുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇന്ത്യയിലൊരു എന്താ പറയുക മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കില്ലേ? അപ്പോൾ അതിൽ വിരളി പൂണ്ടിട്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്രയും കാലം ഈ പട്ടേലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ പട്ടേലിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ആ പട്ടേലിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ചെയ്ത് വെറും ഗാന്ധി ഗാന്ധി ഗാന്ധി, കുറേ നെഹ്റു നെഹ്റു നെഹ്റു, കുറേ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി. ഇതല്ലാണ്ട് നിങ്ങൾ എന്താണ് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ സമര നേതാക്കന്മാരെ കുറിച്ചും പോട്ടെ, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നിങ്ങൾ എവിടെ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങളാരും ചെയ്യുന്നില്ല. നിങ്ങൾക്കപ്പോഴും ഈ പറയുന്ന പോലെ ജിന്നേനെ കൂട്ടുപിടിച്ചിട്ടും അല്ലെങ്കിൽ ജിന്നേൻ്റെ പിന്തുണമറക്കാരെ കൂട്ടുപിടിച്ചിട്ടും ഭരിക്കണം ഭരിക്കണം ഭരിക്കണം, നക്കണം തിന്നണം, ഇതന്നെയല്ലേ ചിന്ത ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ ജനങ്ങൾ കൈയൊഴിഞ്ഞത്. അതായത് ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരന് പോലും വികസനം എത്തണം എന്നുള്ള ചിന്ത നിങ്ങൾ ആരും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 10-15 കൊല്ലമായിട്ട് നിങ്ങൾ ഇത്ര ഓട്ടം ഓടിയിട്ട് ഒരു വോട്ട് പോലും കിട്ടാത്ത പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒന്നുമല്ലാതായിപ്പോയി. ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ 10-20 പാർട്ടിയെ ഒന്നിച്ച് ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. ഇത് ഗതികേടല്ലേ? അതായത് തിരിച്ചറിവിൻ്റെ ഗതികേട്. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യൂത്തായിട്ടുള്ള ആളുകളുടെ തിരിച്ചറിവാണ്. നിങ്ങൾ ഈ ഇന്ത്യക്ക് വേണ്ടി ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഈ പറയുന്ന ചെറുപ്പക്കാരെ മുഴുവൻ തിരിച്ചത്. നിങ്ങളിവിടുത്തെ വിശ്വാസങ്ങളെ മലിനമായി കണ്ടു. നിങ്ങളിവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെ വിശ്വാസത്തെ നിങ്ങൾ വളരെ മോശമായിട്ട് കണ്ടു. നിങ്ങൾ മറ്റു ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾ നെറുകെ കയറ്റി വെച്ചു. ഇതൊക്കെ നിങ്ങൾ ചെയ്ത തെറ്റുകളാണേ. ഇതൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ലേ? ഞങ്ങളുടെ തലമുറ, അതായത് ഇപ്പോഴത്തെ തലമുറ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് ഇവിടുത്തെ ഹിന്ദുക്കൾ, അതായത് ഞാനടക്കമുള്ള ഹിന്ദുക്കളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിപൂർണമായും ചേർത്ത് പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു പേരെ കേൾക്കില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞു. ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഈ പറഞ്ഞ പാവങ്ങളെ പറമ്പിൽ തൂറാൻ പെടുന്നതിന് പകരം നിങ്ങൾ കക്കൂസ് കെട്ടി കൊടുത്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്നുള്ള പേര് ഇന്ത്യ കേൾക്കില്ലായിരുന്നു. ഇവിടെ പല പ്രമുഖ നഗരങ്ങളുടെയും 5 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾ കറണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത് കേൾക്കില്ലായിരുന്നു.
ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ചെയ്യാതെ പോയത്. ആ ചെയ്യാതെ പോയത് മാർക്ക് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ചെയ്തത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിൻ്റെ പേര് നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ 10-15 വർഷമായിട്ട് അലഞ്ഞുകൊണ്ട് നടക്കണതും ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മുസ്ലിം ഭൂരിപക്ഷം അല്ലാത്ത ഏത് ഏരിയയാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായി കൂടാ ഇന്ന് തന്നെ ഹിന്ദുക്കളെന്ന് പറയുന്ന ആളുകളുടെ വികാരം. കേരളത്തിൽ കുറേ മതേതരന്മാരുണ്ട്. അത് എത്ര കാലം? ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ നോക്ക്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് BJP എന്ന് പറഞ്ഞ പാർട്ടിയിലാണ്. അവരെ പൊക്കി പറയണമല്ല. അതങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? ഇതുവരെ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോയിട്ട് ഞാൻ BJPക്കാരനാണെന്ന് പറയാൻ പോലും, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ പോലും ആളുകൾ മടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ന് അതെല്ലാം മാറ്റിയിട്ട് ഞാൻ BJPക്കാരനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനും ഇതുവരെ കേരളം ഭരിച്ചിരുന്ന 2 പാർട്ടിക്കാരേക്കാൾ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് BJP ഇവിടെ ഇലക്ഷൻ നേരിടുകയാണ്. ഇപ്പോഴും നിങ്ങൾ പഴയ അപ്പൂപ്പൻ്റെയും ഉപ്പൂപ്പാൻ്റെയും കുണ്ടിലെ തയമ്പും നോക്കി കിടക്കുകയാണ്. മനസ്സിലായ മാറ്റം? അപ്പോൾ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആ കാലത്ത് വെള്ളക്കാർക്കെതിരെ പോരാടിയവർക്ക് മാത്രം പറയാൻ അവകാശപ്പെട്ട സാധനമല്ല. മനസ്സിലായില്ലേ? ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്കും പറയാൻ അവകാശമുണ്ട്. അപ്പോൾ അതിൽ നകളിക്കേണ്ട നിങ്ങളാരും. മനസ്സിലായ? വീണ്ടും പറയുന്നു, നമ്മുടെ സവർക്കർ ജയിലിൽ കിടന്നതേ അവനവൻ്റെ ലൈംഗിക പ്രശ്നം പരിഹരിക്കാൻ അപ്പുറത്തപ്പുറത്ത് ഉടുന്നില്ലാതെ പെൺകുട്ടികളെ കടത്തിയുറക്കാനല്ല. ഇവിടുത്തെ ഒരു പ്രധാന രാഷ്ട്രപിതാവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്കല്ല ജയിലിൽ കടന്നത്. മനസ്സിലായിക്കോ?